ഇത് എപ്പോ മുതലായി കാലിന്റെ അസുഖം? ഒന്നര വയസ്സിൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി കടമപ്പുഴ ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ എടുത്തു. അന്ന് വൈകിട്ട് ഇവൻ ഇങ്ങനെ ഉരിഞ്ഞെടുക്കലുണ്ടായി. അപ്പം ഞാൻ ഓർത്ത് കുത്തി വെച്ചിട്ടാ, എനിക്കും അത്രയ്ക്കുള്ള കഴിവേ ഉള്ളൂ, കുത്തി വെച്ച് പനി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, അതാന്ന് ഓർത്തു. എന്നിട്ട് ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല, പനിക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ നേരം വെളുത്ത് ഇങ്ങനെ ഞങ്ങൾക്ക് കട്ടിലൊന്നുമില്ല, നിലത്തായിരുന്നു. എന്നിട്ട് പായെന്ന് എണ്ണീച്ചപ്പോൾ ഇവന് മാറിയിരിക്കാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വീട്ടിൽ പോകുമായിരുന്നു. ഇടയ്ക്ക് വീട്ടിൽ പോയി ചിലപ്പം ഒരു ദിവസം 2 ദിവസമൊക്കെ അവിടെ നിന്നേച്ചൊക്കെ പോരുള്ളൂ. ഇപ്പോഴൊക്കെ അമ്മ പറയും ചട്ടുകാലം. അന്നേരം ഞാൻ ഇവിടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ അമ്മയുണ്ട്. ഇവിടെ അമ്മ പറയും ആടെ ചട്ടുകാലം വരുന്നുണ്ടെന്ന് പറയും. അത് ഞാൻ കുറച്ച് ഈ ആദ്യത്തെ പോക്ക് പോയി കഴിഞ്ഞ് ഞാൻ പിന്നെ അങ്ങോട്ട് പതിയെ പോക്ക് നിർത്തി. വീട്ടിൽ നിന്ന് ശവം ഇറക്കി കഴിഞ്ഞ വഴി വരെ ഉണ്ടായിരുന്നു. വഴിയിൽ നിന്ന് ഞങ്ങളുടെ അങ്ങോട്ട് തിരിയുന്ന പള്ളിക്കലോട്ട് പോകുന്ന വഴിക്ക് ഇവർ ബസ്സേ കയറി പോയി. സജിനി അല്ല ഇതിനകത്ത് കുറ്റക്കാരൻ, അല്ല. പക്ഷെ സജിനി അടുത്ത് ബാബു പേഴ്സണലായിട്ട് ചോദിക്കത്തില്ല എന്താ? ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ അവൻ പറയട്ടെ അവൻ പറയുമെന്നാ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം അവക്ക് ഞാൻ പറയുന്നത് വിലക്കില്ല. എല്ലാം ആങ്ങളെ അമ്മയും പറയുന്നതാണ് അവക്ക് വേദവാക്യം. കോടതി വന്നപ്പോ ഒരു ദിവസം അമ്മ കുഞ്ഞു കൊച്ച് തള്ളയുടെ കയ്യിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാനൊരു അമ്മയല്ലേ, ഞാൻ ഈ കൊച്ചിനെ ഒന്ന് എടുക്കാനായിട്ട് ചെന്നപ്പോ ഇവര് തന്നില്ല. ഇവരുടനെ നിങ്ങൾക്ക് ഇതിനെ തൊടണ്ട ഉടനെ ആ വക്കീല് പറഞ്ഞു ഒന്നിനും നിങ്ങൾക്ക് ഈ കൊച്ചിനെ തൊടാനുള്ള അധികാരമില്ല, നിങ്ങൾക്ക് ഇതിനകത്ത് അവകാശമില്ലെന്ന് പറഞ്ഞു. കൊടുത്തിരിക്കുന്ന കേസിനകത്ത് എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നു, ഉപദ്രവിക്കുന്നു, അതേ ഉള്ളൂ. അല്ലാതെ വേറെ അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കുറ്റമായിട്ട് ചെലവിന് കൊടുക്കണം, അതാത് മാസം പൈസ അയച്ചു കൊടുക്കണം. ഇല്ല മാഡം, അത് എന്റെ കയ്യിൽ ഉണ്ടാകുകയല്ല. എന്റെ ഉണ്ടാകുകയെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ എന്റെ ചെലവ് നടക്കണം. ഞാൻ തന്നെയാണ് താമസിക്കുന്നത്. അമ്മ ഇപ്പം നാളെ അമ്മ പോയി കഴിഞ്ഞാലും കാര്യം പറഞ്ഞാൽ എൻ്റെ പെങ്ങളടുത്തുണ്ട്. അനിയൻ ഇച്ചിരി അകലെ, അവൻ ബസ്സിലെ ഡ്രൈവർ ആയതുകൊണ്ട് പോയി വരാനുള്ള സൗകര്യത്തിന് അവൻ ഇച്ചിരി അകലെ. ഞാൻ തന്നെയാണ് താമസിക്കുന്നത്. എനിക്കിപ്പോൾ കഞ്ഞിയും കറിയും വെച്ച് തരികയാണ് അയൽവക്കത്തെ പിള്ളേരാണ്. അവർ വന്ന് ഞാൻ കഞ്ഞി അടുപ്പിലിട്ട് കഴിഞ്ഞാൽ അവർ വാർത്തൊക്കെ തരും. എനിക്ക് കയറി നേരിട്ട് നിന്ന് വാർക്കത്തില്ല. പിന്നെ രാവിലെ അവർ കൊച്ചുണ്ട്, ആ കൊച്ചൻ വന്ന് രാവിലെ 6 മണിയാകുമ്പോൾ കടുങ്ങാപ്പി ഇട്ട് തന്നിച്ച് ക്ലാസ് കൊണ്ട വെച്ചു ക്ലാസ് കഴി വെച്ച് ആ കൊച്ചൻ പോകുള്ളൂ. ബാബും ഇപ്പൊ സജിനിക്കറിയോ? ഇല്ല, അറിയിക്കണ്ടേ? അത് അവളെ നല്ല മനുഷ്യനെ അറിയിക്കണ്ടേ? അല്ല, അവളെ വിളിച്ച അത് അവള് വിശ്വസിക്കല്ല. എന്നാണ് നേരി കണ്ടാലേ അവൾ അറിയത്തുള്ളൂ. നമുക്ക് സജിനി വരട്ടെ, സജിനിയെ വിളിച്ച് നോക്കാം. സജിനിയായിട്ട് കൂടെ സംസാരിക്കണം. സജിനി കൂടാരാ വന്നേ? ആങ്ങള വന്നിട്ടുണ്ട്. ആങ്ങളാണോ സജീഷ്? ആങ്ങളെയും സജിനി രണ്ടുപേരും മാത്രമേ ഉള്ളൂ? നിങ്ങൾക്ക് വേറെ കുട്ടികളും വന്നിട്ടുണ്ട്? രണ്ടുപേരും ഉണ്ടോ? രണ്ടുപേരുണ്ട്. സ്കൂളിൽ പോയി തുടങ്ങിയ കൊച്ചു? മൂത്തത് എത്രയിലാ? 6-ലാവാൻ പോകുന്നു. അവിടെ ചേർത്തൽ തന്നെ, അവിടെ തന്നെ. ഇളയതിന് എത്ര വയസ്സായി? 6 വയസ്സായി. സജിനി ഇഷ്ടപ്പെട്ടു തന്നെയല്ലേ ബാബുവിനെ കല്യാണം കഴിച്ചേ? എന്താ പറയുന്ന ബാബു പറയൂ. വെള്ളം അടിച്ചിട്ട് ഞാൻ അലമ്പുണ്ടാക്കുന്ന പറയുന്നത്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പണിക്ക് പോകുമല്ലോ. പണിക്ക് പോകുമല്ലോ. അമ്മ എല്ലാ കാര്യങ്ങളും നോക്കും. അല്ലാതെ ബാബുവിന് പണിക്ക് പോകാൻ വലിയ പാടാ അല്ലേ? പണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ ബാബുവിനെ കൊണ്ട് ആവുന്ന പണിക്ക് പോകുന്നില്ലേ ബാബു? അങ്ങനെ അവകാശം ഒന്ന് വെള്ളം അമ്മ അല്ലാതെ വീട്ടിൽ ചെലവിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ എല്ലാം അമ്മ തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ ബാബു ഈ പണിക്ക് പോകുന്ന കാശ് കൊണ്ടൊരു എനിക്കില്ലാത്തപ്പോൾ ഞാൻ എൻ്റെ ഒരു പരിപാടി എനിക്ക് ഒന്നുമില്ലാതിരുന്നപ്പോൾ അയൽവക്കത്തുനിന്ന് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവരുടെ കൂടെ ആയി മിക്കവാറും പണിക്ക് പോകുന്നത്. അവൻ എനിക്ക് അരി മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. അല്ല, അതൊരു കാര്യമല്ല. സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. വേറെ കാര്യം, നിങ്ങൾ പണിക്ക് പോകുന്ന പൈസ മദ്യപിക്കാനും കൂട്ടുകൂടാനും തികയുന്നുള്ളൂ.
അല്ലാത്ത എല്ലാ കാര്യങ്ങളും അമ്മയാ നോക്കുന്നതെന്നാ പറയുന്നത്. എന്നും ഒന്നും പണിയില്ല. ഞാനും കൊണ്ടിരുന്നുണ്ട് വീട്ടില്, അരിയൊക്കെ ഞാൻ മേടിക്കുന്നുണ്ട്. ഞാനും ഇവള് തന്നെ കടന്ന് വന്നിട്ട് അത് അല്ലല്ലോ അമ്മയെ പറഞ്ഞത്, കടന്ന് കടം അതല്ലല്ലോ ഒരു പെണ്ണ് പ്രതീക്ഷിക്കുന്നത്. ശരി, നമുക്ക് കെട്ടിയം കൊണ്ടുവരണമെന്നാണ്. അത് തീർച്ചയായിട്ടും അമ്മണിയമ്മ എല്ലാം ചെയ്യുന്നുണ്ട്, പെങ്ങളെല്ലാം സഹായിക്കുന്നുണ്ട്, ബാബുവിനെ നാട്ടുകാർ സഹായിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയായിരിക്കും. സ്ഥിരമായിട്ടൊരു പരിപാടിയില്ല. ഇല്ല. അത് അപ്പൊ അതിന് പോയിട്ട് ഞാൻ അവിടെ കടയിൽ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമുള്ള സാധനം കൊടുത്താൽ പൈസ ഞാൻ അത് കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല, അമ്മ പറഞ്ഞിട്ടുണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. കടയിൽ നിന്ന് ഇവള് വേണ്ട സാധനം ഇവള് തന്നെ പോയി. ബാബു മദ്യപിച്ച് വന്നിട്ട് സജിനെ ഉപദ്രവിക്കോ? അതായത് മദ്യപിച്ചിട്ട് വരുമ്പോ വടിയെടുക്കുമെന്ന്, വടിയെടുക്കുമ്പോ ഓടും. അമ്മ പറഞ്ഞാലും കേക്കത്തില്ല ഇവര്. ബാബു എന്താ ബാബു പറയൂ, വ്യക്തമായിട്ട് പറയൂ. അമ്മ പറഞ്ഞാലും പോലും കേൾക്കുന്നില്ല എന്നാ അവള് പറയുന്നത്, കേൾക്കുകയല്ല. അമ്മ പറയുന്നത് കേൾക്കുകയല്ലെന്നാ സഞ്ജി പറഞ്ഞു. ആവശ്യമുള്ള കാര്യം ഇവള് പറയുന്നത് ഞാൻ കേൾക്കും, അമ്മ പറയുന്നത് അനുസരിക്കുന്നുണ്ട്. ഇവള് ഗർഭിണിയായിട്ടിരുന്നു, ഞാൻ ഇടയിൽ കയറി പറയാന്ന് ഓർക്കൽ. ഗർഭിണിയായിട്ടിരുന്നപ്പോഴേ എനിക്ക് വേറെ 2 കൊച്ചുമക്കൾ അപ്പുറത്തുണ്ട്, എൻ്റെ ഇളയ മോൻ്റെ. ഇവൻ ലഡുവും മറ്റൊക്കെ മേടിച്ച് ഈ മടിക്കകത്ത് പാത്ത് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നേ. എൻ്റെ ഇളയ മരുമോൾ എന്നോട് പറയാം, അമ്മേ ബാബുചേട്ടൻ ലഡുവൊക്കെ മേടിച്ച് സജിനിക്ക് കൊണ്ട് പാത്ത് കൊടുത്തമ്മേ, അലോഷി അലീനായും ഇവിടെ നോക്കി ഇരുന്നിട്ട് കൊടുത്തില്ലെന്ന് പറയും. അന്ന് ഞാൻ തമാശയായിട്ട് പറയുന്നതായിരിക്കും. അവള് ചുമ്മാ ഞങ്ങളെ കളിയാക്കാനായിട്ട് പറയുന്നത്. വളരെ സ്നേഹമായിട്ട് ബാബു നോക്കിയിട്ടില്ലേ? വെള്ളം കോരാൻ മദ്യപിക്കാത്തപ്പം നല്ല സ്നേഹമായിട്ട് നല്ല സ്വഭാവമാണ്, സ്നേഹമാണ് വളരെ അല്ലേ? ഒരു മാസത്തിൽ എത്ര ദിവസം മദ്യപിക്കും? ഒരു മാസത്തിൽ ഇയാൾ എത്ര പ്രാവശ്യം മദ്യപിക്കും? ഒരു മാസത്തില് ആ കൂടി ഒരാഴ്ച. എന്നും അങ്ങനെ മദ്യപിക്കുന്ന ശീലമൊന്നുമില്ല. രാത്രി പോയിച്ച് വരുമ്പോ ഇദ്ദേഹത്തെ തന്നെയാണ് കൈയുടെ രണ്ടിടത്തും വേദനയായിരിക്കും. വേദന കാരണം ഒരെണ്ണം മേടിച്ചോണ്ട് വീട്ടിൽ പോകും, കുറച്ചടിക്കും, അവിടെ വെച്ചേക്കും. അല്ല, ഈ മദ്യപിക്കുന്ന എല്ലാവർക്കും വേദനയൊക്കെ കൊണ്ടാണ്. സ്ത്രീകൾ കൂലിപ്പണിക്ക് പോകുന്നില്ല, ആരും മദ്യപിക്കാറില്ല. അല്ല, മാത്രമല്ല മേഡം, ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. ബാബു ആദ്യം ഒരു ദിവസം ഒന്നോ ഇടയ്ക്കൊന്നോ പറഞ്ഞു, പിന്നെ 2 പ്രാവശ്യം ഒന്നും പറഞ്ഞു. പാറപ്പണിക്ക് പോകുമ്പോ ഒരു എണ്ണം മാറ്റം കഴിക്കും, പണിയുള്ളപ്പോ കഴിക്കും. പിന്നെ പണിയില്ലാത്തൊരു വിഷമം വരുമ്പോ അങ്ങനെ കഴിക്കും. വീട്ടിന് വെളിയിൽ ആരെങ്കിലും പൈസ ഞാൻ കൊണ്ട് കൊടുക്കുവോ? അമ്മേ, ഒരു കാര്യം പറയട്ടെ, നല്ലവണ്ണം മദ്യപിച്ച് ഒരു കാരണവശാലും അവരെ കൊണ്ട് നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ടുള്ള മരുന്ന് വാങ്ങി കൊടുക്കും. അങ്ങനെ ഒരെണ്ണം വാങ്ങി അമ്മ കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് കാരണം പറയാൻ അമ്മ കൊണ്ട തന്നെന്ന് പറഞ്ഞാല് എന്റെ കയ്യിൽ ഒരു ശാലം പൈസ കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ഒരു 3 ദിവസം അടുപ്പിച്ച് കുടിച്ചു. ഈ 3 ദിവസം ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കഴിക്കാതെ വന്നു കഴിഞ്ഞപ്പോ തന്നെ ഭക്ഷണം കഴിക്കാതിരുന്നോണ്ട് അമ്മ ഈ സാധനം എന്നോട് പോലും പറഞ്ഞില്ല, മേടിച്ചോണ്ട് തന്നു. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഇപ്പൊ 1 വർഷമായിട്ട് അമ്മയുടെ പ്രിക്കോഷനാണ്. നിങ്ങൾ കഴിക്കുന്നില്ല എന്ന് പറയുന്ന അമ്മയുടെ മാത്രം സാക്ഷി അല്ല. എന്നോട് പറയും എന്റെ പിള്ളേരും അപ്പൊ ഞാൻ ചോദിക്കും, നീ എന്തിനാടാ ഇങ്ങനെ കുടിക്കും? എന്റെ പിള്ളേരും
എന്റെ പെമ്പറന്നാരത്തി ഇവിടെ എന്ന് വരുന്നോ അന്ന് ഞാൻ കൂടി നിർത്തുമെന്ന് പറഞ്ഞു. ഇത് നിർത്താത്തോണ്ടല്ലേ അവര് പോയത്. നിർത്തുമെന്ന് പറഞ്ഞു. നേരത്തെ ഞാൻ ഇതുപോലെ കഴിക്കുമ്പോൾ നമുക്കും കഴിക്കുന്ന ഞങ്ങൾക്കും ഇഷ്ടമായിരുന്നു. ഞാൻ കഴിക്കും, വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, എടുത്ത് കളയോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അവള് തന്നെ പറഞ്ഞിട്ടുണ്ട് വല്ലപ്പോഴും വെച്ച് കൊടുത്തോളാം. ആദ്യം സജിനി പോയില്ലേ? പോയി പോയിട്ട് 2 കൊല്ലം എന്താ വരാതിരുന്നേ? ഒരു ഫോൺ വിളിക്കേ ഇല്ല, ഞാൻ ഇടയ്ക്ക് കൂടെ എടുത്ത് പോകുന്നുണ്ടല്ലോ. ഞാൻ അവിടെ വീട്ടിൽ ചെന്ന് അത് ഞാൻ പറയുന്ന അവള് കള്ളം പറയുന്ന. ഞാൻ രാത്രി 9 മണിക്ക് വരെ അവിടെ വീട്ടിൽ ചെന്നിട്ടുണ്ട്. ഫോൺ വിളിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ആങ്ങളെ വിളിക്കുന്നുണ്ട്. ആങ്ങളെ ജോലി സ്ഥലത്തായിരിക്കും മിക്കവാറും ഡേ ഒക്കെ ആയിരിക്കും. ഈ പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടില്ല. ഈ 6 കൊല്ലമായിട്ട് ഞാൻ വിളിച്ചിട്ടില്ല. 3 പ്രാവശ്യം പോയതേ ഉള്ളൂ. ഇപ്പോഴും പോയപ്പോഴത്തെ കാര്യം വിളിച്ചിട്ടില്ല, ബാബുവും വിളിച്ചിട്ടില്ല. സജിനി ഇപ്പോഴത്തെ അല്ല, ആദ്യം പോയി 2 കൊല്ലം ഒന്നുമില്ലേ മറ്റേ അല്ല കല്യാണത്തിന് ആ 2 വർഷം വിളിച്ചപ്പോ അത് ആദ്യം പോയി ആങ്ങളയുടെ നിന്നു. നല്ല നിലയ്ക്ക് നിക്കുകയാണെങ്കിൽ ഞാൻ വരാം അല്ലേ? ഈ വഴക്കും മക്കാണൊന്നും ഇല്ലാത്ത കാര്യം സജിന കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ആ സ്ഥലം മേടിച്ചു. എന്റെ ഈ പെര വെച്ചിരിക്കുന്നു. അത് ഞങ്ങളുടെ എന്റെ ഒരു അച്ഛൻ അനിയന്റെ ആയിരുന്നു. അത് കൊടുക്കുമായിരുന്നു. കൊടുത്തു കഴിഞ്ഞപ്പോൾ വേറൊരാൾക്ക് കൊടുത്തു. അപ്പൊ അവര് കൊടുക്കാന്ന് തുടങ്ങിയപ്പോ അമ്മ അത് മേടിച്ചു. അത് സജിന കല്യാണം കഴിക്കുന്നതിന് മുമ്പേ സ്ഥലം മേടിച്ചിട്ടിരിക്കുന്നത്. ശരി, കല്യാണം കഴിഞ്ഞാണ് അതിനകത്ത് പെര വെക്കുന്നത്. ഇപ്പൊ പിന്നെ സജിനയുടെ ആങ്ങള് പറയുന്നത് ആ സ്ഥലം വിറ്റിട്ട് നിങ്ങളുടെ ഇവിടെ ഒരു വസ്തു വാങ്ങിച്ച് പെര വെക്കണമെന്ന് പറയുന്നുണ്ടോ? ഇവിടെ ആക്കണം. അപ്പൊ അമ്മയുടെ കാലശേഷം ആക്കാനൊക്കത്തുള്ളൂ. അതൊരു ശരിയല്ലേ? മകനല്ലേ, ആ അമ്മയെ ഇട്ടിട്ട് പോകണോ? പോകാൻ പറ്റുമോ? സാധാരണ കല്യാണം കഴിച്ച ഭർത്താവിന്റെ വീട്ടിലല്ലേ പെണ്ണുങ്ങൾ നിൽക്കാറുള്ളത് മക്കളെയും കൊണ്ട്? അവരുടെ പേരിൽ, അതായത് അമ്മ മരിച്ചു പോയാലും അവിടെ പേരിൽ സ്ഥലം ഉണ്ടെന്നാ പറഞ്ഞത്. അവിടെ എന്റെ പേര് സ്ഥലം ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. അമ്മയുടെ പേരിലാണ് ആ വസ്തു ഉള്ളത്. അല്ല, എന്റെ പേരിലാണ്, ബാബുവിന്റെ പേരിൽ. അപ്പൊ കാലശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തരൂ. അമ്മ എഴുതി വെച്ചേക്കുന്നത് അമ്മയുടെ കാലശേഷം എന്റെ പേരിലേക്കാ, എന്റെ പേരിലത്. അതാ എന്റെ പേര്. അത് സജിനയുടെ കൂടെ പേരിലാക്കണമെന്നുള്ളതാണ് സജിനി പറയുന്നത്. സതീഷ് പറയുന്നത്. സജിനി പറഞ്ഞിട്ട് അല്ല, സജിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ സ്ഥലം മേടിക്കുന്നത്. ഓ, അന്ന് അങ്ങനെ എഴുതി വെച്ചു. അന്ന് അങ്ങനെ എഴുതിയതാ. ഇന്നിപ്പോ മാറ്റി എഴുതാനൊക്കോ എന്നവര് ചോദിച്ചു. അതിപ്പോ പറ്റില്ല എന്ന് പറഞ്ഞു. മാറ്റി എഴുതാൻ പറ്റില്ല മേഡം, അത് ബാങ്കിൽ ലോൺ ഇരിക്കുക. ബാങ്കിലിരിക്കുക. അപ്പം അങ്ങനെ മാറ്റി എഴുതണമെന്ന് പറയുന്നതിൽ എന്താ ന്യായം? എന്താണേലും ഞാൻ മരിച്ചു പോയാലും ആ സ്വത്തിന് അവകാശം സജിനി തന്നെയാ. ഇപ്പഴും ഞാൻ ഇവനോട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യ, അങ്ങനെ ഇനി ഇവർക്കുണ്ടെങ്കിൽ സ്ഥലം പിള്ളേരുടെ പേരിൽ എഴുതി വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കൈ കൊണ്ട് 2 പിള്ളേരെ കൊള്ളാം. അത് എന്തായാലും ഞാൻ പോകുമ്പോ ഞാൻ കൊണ്ടുപോകുന്നില്ല. അത് അവർക്കുള്ളത് തന്നെയാ. അവിടെ ഒരു പെര കൊടുക്കുക. ഇപ്പൊ ഈ ഞാൻ സജിനോട് താമസിച്ചുകൊണ്ടിരുന്ന പെര ഇപ്പൊ ഇത്ര വർഷമായിട്ട് തൂക്കാനും തുറക്കാനും ഒന്നിനും പോയിട്ടില്ല. അത് അടച്ച് കൂട്ടിയിട്ടിരിക്കുന്ന അതേ പ്രതി അവിടെ കിടക്കും. അത് അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ 3-4 ഹിന്ദിക്കാരുണ്ടായിരുന്നു കൈതപ്പണിക്ക് വരുന്നത്. അവര് വാടകയ്ക്ക് വന്നു. അവരവിടെ പരിസരം എല്ലാം വൃത്തികേടാക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ ഇറക്കി വിട്ടു. ഇപ്പൊ അതേ പ്രതി അവിടെ കിടക്കുക. ബാബു എവിടെ താമസിക്കുന്നത്? ഇച്ചിരി ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ കയറ്റം കയറാൻ പറ്റുകയില്ലായിരുന്നു. അപ്പോൾ അവൻ വേറെ ഇച്ചിരി സ്ഥലം മേടിച്ച് രാത്രിയില്ല മേഡം 12 മണി ഒക്കെ ആവും വണ്ടി കൊണ്ടിട്ടേച്ച് വരുമ്പോൾ. പിന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു മോന്
7 പഠിക്കുന്നു, ഒരെണ്ണം 4 പഠിക്കുന്നു. അപ്പോൾ അവര് അവരെ ഭക്ഷണമൊക്കെ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വഴിയിലോട്ട് റോഡ് സൈഡിലേക്ക് ശകലം മേടിച്ച് അവൻ സ്വന്തമായിട്ട് അവിടെ താമസിക്കുക. അവന്റെ വീതമാണ്. അവന്റെ വീതമാണ് തറവാട്. ആ തറവാട്ടിലാണ് ഞാനിപ്പം. അമ്മ നാളെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെയുള്ളത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അമ്മ ഒരു കാര്യം ചെയ്യും, സജിനി വരുവാണെങ്കിൽ ഈ വീട് അത് 4 മുറി, ഒരടുക്കള, ഒരു തിണ്ണ. ഇപ്പം ആണെങ്കിൽ എനിക്ക് ഈ കൈ ഒന്ന് ഒടിഞ്ഞായിരുന്നു, ഈ കാല് പൊട്ടി കൈ ഒടിഞ്ഞായിരുന്നു. അന്നേരത്തേനും പൈപ്പും ഒക്കെ ഇട്ട് എല്ലാം നീറ്റാക്കി. അപ്പോൾ അമ്മ ഒരു കാര്യം ചെയ്യേ, അങ്ങനെയാണെങ്കിൽ സജിനി വരുവാണെങ്കിൽ ആ സ്ഥലം ഇങ്ങോട്ടെടുത്തുകൊണ്ട് ഈ സ്ഥലം കൊടുത്ത് കാശ് മേടിച്ച് അവൻ്റെ വീതം കൊടുത്തേരെ, പിന്നെ എനിക്ക് വേണ്ട എന്ന് പോലും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ ഇത് കൊടുക്കാത്ത? ബാങ്കിൽ കടമുണ്ട്. ഈ കടം ബാങ്കിൽ എനിക്കിഷ്ടമാണ്. 10 സെന്റ്. എന്താണെന്നറിയോ, അവര് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഈ ഒരു ഡിമാൻഡ് ഒന്നും ഇല്ലാതെ കല്യാണം കഴിച്ചവരല്ലേ. അതെ അതെ. ഇങ്ങനെ ഒരു സംഘടനയുടെ പേരിൽ വിളിച്ചു കൂട്ടി പിന്നെ പരസ്പരം സംസാരിച്ച് മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാന്നൊരു ചടങ്ങായിരുന്നു. അപ്പൊ അവരായിട്ട് ഇഷ്ടപ്പെട്ട് ഈ ആങ്ങളെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ അതെ. ബാബു ചേട്ടൻ എന്ന് വിളിച്ചു എന്ന് നിങ്ങൾ പ്രത്യേകം പറഞ്ഞു. അങ്ങനെ കുഴപ്പം എന്നെ അങ്ങനെ അനാവശ്യമായിട്ടൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അത്രയും സ്നേഹമായിട്ട് വന്ന് സംസാരിക്കുകയും ഈ കല്യാണം നടത്തി വെച്ച ഒരാങ്ങളെ തീർച്ചയായിട്ടും ഈ പെങ്ങളെ മനഃപൂർവ്വം അവിടെ നിർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ കാരണം തീർച്ചയായിട്ടും ബാബു ആൽക്കഹോൾ അകത്ത് ചെല്ലുമ്പോൾ അകത്ത് ഒരു ചെറിയ ബാബുവിൻ്റെതായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു ഡിപ്രഷനും കാര്യങ്ങളും വെച്ചൊരു മറ്റൊരു വ്യക്തി ആകുന്നുണ്ടോ നിങ്ങൾ അറിയുന്നില്ല. അതാണ് സത്യം. ഇത് മനസ്സിലാക്കണം. കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ഷൂട്ട് ചെയ്തൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അത് ഈ കുട്ടിയെ സംബന്ധിച്ച് സംസാരിച്ചാൽ വ്യക്തമാകാത്ത ഒരു കുട്ടി, ഇത് ഓടിച്ചെന്ന് വേറൊരാളിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിർവാഹമില്ലാത്തൊരു കുട്ടി. അപ്പൊ അത് അവരുടെ വീട്ടുകാർക്ക് അത് എന്തുമാത്രം മാനസിക പ്രശ്നമായിരിക്കല്ലേ അമ്മേ? അപ്പൊ അതാണ് അവരുടെ പ്രശ്നം. നാളെ ബാബു പണിക്ക് പോവാതെ പിന്നെ വീട്ടിൽ നിന്നിട്ട് ഈ വസ്തു അങ്ങോട്ട് പിന്നെ പണയം വയ്ക്കും അല്ലെങ്കിൽ വിറ്റു അല്ല, അവരുടെ ആശങ്ക പറയുകയാണ്. നാളെ നിങ്ങളുടെ കാലശേഷം ഈ വസ്തു ബാബുവിന്റെ പേരിലെന്ന് പറഞ്ഞു എന്തെങ്കിലും ചെയ്തു പോയാൽ ഇങ്ങനത്തെ ഒരു പെങ്കൊച്ചിന് ഒരു കല്യാണം നടത്താനേ ഒരു വളരെ ബുദ്ധിമുട്ടിയാണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ആയി പോകൂ എന്നുള്ള വിചാരം കൊണ്ടാണ്. എന്തായാലും സജീഷിന് ഇങ്ങോട്ട് വരണം എന്നൊരു താല്പര്യം പറയുന്നുണ്ട്. വരട്ടെ, സജീഷ് കൂടെ വരട്ടെ. അല്ല, സജിനിയെ ബാബു ഉപദ്രവിക്കാറുണ്ടോ മദ്യപിച്ചിട്ട് വന്ന്? ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഓടിച്ചിരും. ഓടിക്കുമെന്ന്, ഓടി രക്ഷപ്പെട്ടു പോകും. ഒരു ദിവസം പുറത്താക്കിയിട്ട് വാതിലങ്ങ് കൊച്ചിനെ സ്ഥലം ഇവിടെയും കൂടെ പേരിൽ എഴുതണമെന്നല്ലേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇപ്പം അത് പറ്റുന്നില്ല. സ്ഥലം അവരുടെ പേരിൽ എഴുതണം എന്ന് പറയുന്നതിന്റെ പിന്നില് എന്താണ് അവരെ കൊണ്ടത് പറയിപ്പിക്കുന്നത് എന്നുകൂടെ അമ്മ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അല്ലാതെ ഇത് ആദ്യം കേൾക്കുമ്പോ നമുക്ക് തോന്നും സജിനിയുടെ പേരിൽ എഴുതി കൊടുക്കാൻ അല്ലല്ലോ. കാരണം എനിക്കറിയാം ഇനി ഈ സ്ഥലം കൂടി ഇവൻ വിറ്റു പോകുമോ എന്നുള്ള ഇതില്ല. പക്ഷെ എനിക്കതിന് യാതൊരു സമ്മതക്കുറവുമില്ല. ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു പേരെ അതിൻ്റെ അകത്ത് വെച്ച് ഇത് സുഖമായിട്ട് കിടക്കട്ടെന്നും കണ്ട്. പക്ഷെ ഉണ്ടല്ലോ, എൻ്റെ കാലം വരെ എൻ്റെ കൺമുമ്പിൽ കാണണം. അത് പിന്നെ വിറ്റോണ്ട് പോകണം എന്ന് ഓർക്കണം. പിന്നെ ഇപ്പോൾ എനിക്കറിയാം, ഞാൻ എവിടെയെങ്കിലും പോയി വേലയെടുത്തോ അല്ലെ എനിക്ക് അപ്പുറത്തൊരു 10 സെന്റ് വേറെ കിടപ്പുണ്ട്, അത് വിറ്റ് ഈ ബാങ്കിലെ കടം വീട്ടണമെന്നും കണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് സതീഷ് ഒരു ദിവസം വീട്ടിൽ വന്നു. ഞാൻ അന്ന് ആശുപത്രി പോയ സമയത്താണ് 2 പോലീസുകാരും ഉണ്ടെന്ന് പറഞ്ഞു. കരോട്ടെ വീട്ടിൽ വന്നേച്ച് സതീഷ് പറഞ്ഞു, ഇവൻ്റെ ആധാരത്തിൻ്റെ കരം കെട്ടി കടലാസ് ഒന്ന്. അയൽവക്കത്ത് വീട്ടിലല്ലല്ലോ, എന്നോടല്ല ചോദിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇവർ വില്ലേജിൽ ചെന്നു കരം കെട്ടിയ കടലാസ് മേടിക്കാൻ. വില്ലേജുകാരെന്നെ വിളിച്ചു, ഇന്നപോലെ ഒരാൾ ചന്തിരൂരിന്ന് ഇവിടെ വന്ന് കരം കെട്ടിയ കടലാസ് ചോദിച്ചു, എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലെന്ന് പറഞ്ഞു. കൊടുക്കാൻ പറ്റുമല്ല, അത് കൊടുക്കേണ്ടത് അവർക്കല്ല, അങ്ങനെ കൊടുക്കണമെങ്കിൽ എനിക്കറിയാം കൊടുക്കാൻ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട മോളെ, ഞാൻ എൻ്റെ 2 ആൺമക്കൾക്കും അവരുടെ പെണ്ണുങ്ങൾക്കും ഉള്ളത് ആ സ്ഥലവും വരും. 2 പേർക്കും വീടുണ്ട്, 2 കിണറുണ്ട്. എല്ലാം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ. ഈ അപ്പനല്ല കഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ കഷ്ടപ്പെട്ടു തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ നല്ല സന്തോഷമായിട്ട് ഈ സതീഷിനെ എൻ്റെ ഒരു മകനെ പോലെ മകനെക്കാട്ടി കാര്യമായിരുന്നു സതീഷിനോട് എനിക്ക്. അല്ലെ ചോദിച്ചു നോക്ക്, ഞാൻ മോനെന്ന് വിളിച്ചാൽ എല്ലാം വിളിക്കുകയല്ലായിരുന്നു. എനിക്കൊരു നിന്നയോ ഒരു അഹങ്കാരമോ ഇല്ല. മോളെ ഞാൻ കുഞ്ഞിലെ മുതൽ പണിയെടുത്ത്
നല്ലതായിട്ട് എളിമയായിട്ട് ഞാൻ വളർന്ന ഇവിടെ ഇരിക്കുന്നെങ്കിലും എനിക്കിവിടെ ഇരുന്നിട്ട് ഉറപ്പ് വരുന്നില്ല. കാരണം ഞാൻ അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട 8 വയസ്സ് മുതൽ കഷ്ടപ്പെടുന്ന. പിന്നെ ബാബുവിന് വേണ്ടി അമ്മയാ പറഞ്ഞത് അവരൊരുമിച്ച് ജീവിക്കാനുള്ള ഒരാഗ്രഹം. മോനും മരുമോളും ഒരുമിച്ച് ജീവിച്ച് കാണാൻ ആഗ്രഹമുണ്ട്. അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അമ്മയുടെ പരാതി. സജീഷ് എന്തുകൊണ്ട് സജീഷാണോ കടുംപിടുത്തം പിടിക്കുന്നത്? വേണ്ട, ആണ് ഈ ഒരു വിവാഹം നടന്ന രീതി ആദ്യം തന്നെ പറയാം. അത് പറഞ്ഞു. പ്രത്യാശ എന്ന് പറഞ്ഞൊരു സംഘടനയുടെ പേരിലാണ് എല്ലാം വിശ്വസിക്കുന്നത്. ഞാൻ ആന്റി ക്യാൻസറുള്ള ഒരു ആൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാണ്ടായ സാഹചര്യം ഞാൻ പറയണമല്ലോ. പറഞ്ഞു. ഞാൻ ഒരു സാധാരണ കുടുംബക്കാരനാണ്. അതായത് എൻ്റെ അച്ഛൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഇയാൾക്ക് വിദ്യാഭ്യാസമില്ല, പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികവും ഇല്ല, ഇയാൾക്ക് വിദ്യാഭ്യാസവും ഇല്ല, ഇയാൾ സംസാരശേഷിയില്ല. അച്ഛനുണ്ടായിരുന്ന കാലം മുതൽ തന്നെ ഞങ്ങൾ വിവാഹം ആലോചിക്കുമായിരുന്നു. 19 വയസ്സ് തൊട്ട് ആലോചിക്കുമായിരുന്നു. ഈ 19 വയസ്സ് തൊട്ട് ആലോചിച്ച് ഒരു 27 വയസ്സ് വരെയൊക്കെ ആയി. അന്നാലാണ് വിവാഹം കഴിച്ചത്. അപ്പം ഞാനൊരു ദിവസം എനിക്ക് കമ്പനിയിലാണ് ജോലി, ഒരു പ്രീ സിംപ്ലാന്റിംഗ് മെഷീൻ ഓപ്പറേറ്ററായിട്ട് നിൽക്കുകയാണ്. അന്ന് ഞാൻ ഒരു പത്രത്തിൽ ഇങ്ങനെ വായിച്ച ഈ ഒരു സംഭവം. അങ്ങനെയാണ് ഞാൻ എൻ്റെ അച്ഛൻ, മൂത്ത അളിയൻ, രണ്ടാമത്തെ അളിയൻ, അമ്മാവൻ ഇവരെ വിളിച്ച് വരുത്തി. എന്നോട് കാര്യമാണ് നമുക്കൊന്ന് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, രജിസ്റ്റർ ചെയ്തപ്പോൾ ഓരോ വ്യക്തികളും അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ ബാബു ചെയ്തു, അതുപോലെ തന്നെ ഓരോ വ്യക്തികളും കൂടി ചെയ്തു. എന്നിട്ട് ഞാൻ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് ചെയ്യുന്നു ഇയാളുടെ കല്യാണം ഇതിന് വേണ്ടി. എനിക്ക് സഹോദരിക്ക് ഇങ്ങനെ കുഴപ്പമുണ്ട്, വേറെ ഒരു ഇതില്ല. അപ്പോൾ അവർ പറഞ്ഞ് അത് സാമ്പത്തികം ഇല്ലല്ലോ, അല്ലെങ്കിൽ സംസാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇത് എൻ്റെ മൂത്തളിയനും രണ്ടാമത്തെ അളിയനും എല്ലാം കൂടി പറഞ്ഞ് നമുക്ക് ആ ചെറുക്കനോടൊന്ന് ചോദിക്കാം. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഫോൺ നമ്പർ മേടിച്ചു. വീട്ടിൽ ഞങ്ങൾ ആലോചിച്ച് നമുക്ക് ബാബുവിൻ്റെ വീട് വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നു. പാലയില, ഞങ്ങളവിടെ നിന്ന് 150 കിലോമീറ്ററോളം പോകണം. അപ്പോൾ വീട്ടിൽ ഈ സംഭവത്തിന് മുമ്പ് അച്ഛൻ മരിച്ചായിരുന്നു. ഇയാളുടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന മുമ്പ് തന്നെ അച്ഛൻ മരിച്ചു. എനിക്കാണെങ്കിൽ ഇതിനോടുള്ള കാര്യം ആയി വന്നേ ഉള്ളൂ. ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് ചെന്ന് കയറിയപ്പോൾ അമ്മിണിയമ്മൻ, ബാബുവിൻ്റെ അമ്മ, എന്നോട് പറഞ്ഞു ഞാൻ ഒരു ഹിന്ദുവാണ്. ഫസ്റ്റ് എന്നോട് പറഞ്ഞ, ചിലപ്പോൾ മറന്നു കാണുമായിരിക്കും, പക്ഷെ എൻ്റെ മെമ്മറിയിൽ ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഭർത്താവ് ഒരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ഒരു ഹിന്ദു ദൈവത്തെ വിശ്വസിക്കുന്നു. എന്നെ കൊണ്ട് അകത്ത് പോയി ഇവരുടെ ഒരു വടക്കേ മുറിയിലെ ഒരു ഫോട്ടോയുണ്ട് സരസിൽ. ആ ഫോട്ടോയിൽ കൊണ്ട് എന്നോട് സത്യം ചെയ്യിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ സജിനിയെ ആ പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ആ വാക്ക് കേട്ടപ്പോൾ തന്നെ സത്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വാക്കാണ് തിരിച്ചു കിട്ടിയത്. ഇത് ഞാൻ സത്യമായിട്ട് പറയണം, എൻ്റെ മനസ്സിൽ നിന്നുള്ള സത്യമാണ് പറയണം. ചെന്ന് അതെനിക്ക് ഇതായി. എന്നിട്ടും ഞാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വന്നിട്ട് ഞാൻ പിന്നീട് ഞങ്ങളങ്ങോട്ട് പോയിട്ട് പറഞ്ഞ് ഞങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ ആലോചിക്കാം. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ അടുത്ത ആഴ്ച. അപ്പോൾ ഞങ്ങൾ ശരി ഞങ്ങൾ വാന്ന് പറഞ്ഞു. 2 പേരോ 3 പേരോ വരുമെന്നും പറഞ്ഞാൽ ഇവർ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ട്രാപ്പിലാക്കിയായിരുന്നു. ആ രീതി ഞാൻ പറഞ്ഞു തന്നെ. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു 6-7 പേര് വരുമെന്ന് പറഞ്ഞു. നമുക്കറിയില്ല സത്യം എന്താണിത് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. അടുത്ത ആഴ്ചയാക്കി ഞങ്ങൾ 3-4 പേര് ഇനി വന്നിട്ട് അത് ഇവർ ഉറപ്പിക്കാനുള്ളൊരു സ്റ്റൈലാണ്. അപ്പോൾ ഞാൻ എൻ്റെ അളിയന്മാരോട് ആലോചിച്ചോട്ടോ, ഇവരിങ്ങനെ പറയുന്നുണ്ട് എന്ത് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മോതിരം മാറ്റം ചടങ്ങോടുകൂടി ചെറിയ ഭക്ഷണ പരിപാടിയും കൂടി കൊടുത്ത് നമുക്കത് ചെയ്യാം. കാര്യം ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൂ. ആരും ഇപ്പം ജപ്പാൻ വെള്ളം വന്നപ്പോൾ ആ ഒരു വരങ്ങ് അവിടെ ചെന്നപ്പോഴും ജീവിതം കിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് വരാൻ പറഞ്ഞ്. അപ്പോൾ ഇവർ ഞങ്ങളോട് ഇടക്ക് പൈസ ചോദിച്ചു, 25,000 രൂപ. ഞങ്ങളത് ഒരു വിവാഹ സമ്മാനമായിട്ട് കൊടുക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടായി. ആ 25,000 രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. 13 പവൻ്റെ സ്വർണ്ണം
എൻ്റെ കയ്യിലില്ല. ഞാൻ നിൽക്കണ പിന്നെ എൻ്റെ അച്ഛൻ മരിച്ച് കടം ബാധ്യതകൾ വേണ്ടി ഞാൻ എൻ്റെ കിടപ്പാടം പണയപ്പെടുത്തി ഈ കാര്യങ്ങൾ നടത്തിയത്. പക്ഷേ എൻ്റെ പെങ്ങളെ നിങ്ങൾ നോക്കണം. അന്ന് ഞങ്ങൾ ആ നിശ്ചയമായിട്ട് നടത്തി. ആ നിശ്ചയത്തിൻ്റെ കോപ്പി അതാണ് അവിടെ ഇരിക്കുന്നത്, ആ ഡയറി. അത് വേണമെങ്കിൽ പരിശോധിക്കാം. പിന്നെ ഞങ്ങൾ ഈ 20,000 രൂപ കൊടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സമുദായ സംഘടനയിൽ, ധീവര സമുദായ സംഘടനയിൽ, ആ സംഘടനയുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. അവർ വന്ന് ഇവരുടെ ആൾക്കാരുമായിട്ട് വന്നാണ് ഇത് വിവാഹ പത്രിക എന്ന് പറയും, പത്രിക മുറിച്ച് ഈ കാശും കൊടുത്തു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ വിവാഹം അവിടെ വെച്ച് തന്നെ ഉറപ്പിച്ച് 1 മാസത്തിനുള്ളിൽ വിവാഹം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞ ഇതേപോലെ കാര്യങ്ങൾ എനിക്ക് സാമ്പത്തികം എന്നിട്ട് ഞാൻ കിടപ്പാടം കൊണ്ട് പണയപ്പെടുത്തി. അവർ ബാങ്കുകാരുമൊക്കെ സഹകരിച്ച്. കാര്യം ഒരു പെൺകുട്ടിയുടെ ഇയാളുടെ കാര്യത്തിൽ ഭയങ്കര താല്പര്യമുള്ളതാണ് അവരത്. ഒരു സംസാരിക്കാൻ അച്ഛനും ഇല്ലാത്ത, അങ്ങനെ ആ ബാങ്കുകാരും അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ ലോണ് തന്ന്. ബാക്കി ഇയാൾ ഒരു 7-8 വയസ്സ് അതാണ് എനിക്ക് ഇയാളോടുള്ള സ്നേഹം. 8-9 വയസ്സുള്ളവരോട് ആടെ അടുത്തുള്ള ഒരു പീലിംഗ് ഷെഡുണ്ട്, അയാൾ ചെമ്മീൻ ക്ലാൻ പോകുമായിരുന്നു. അന്ന് ഞാൻ പഠിക്കാൻ പോകുന്നു. അപ്പോൾ ആ ഒരു കടപ്പാട് എനിക്ക് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഞാൻ പഠിച്ചപ്പോഴും എനിക്ക് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊതി ഒരുക്കിയുണ്ടാക്കിയ ആ കാശും ടോക്കൺ ചിട്ടി ആ കമ്പനിയിൽ ചിട്ടി പിടിച്ച് കൂടുന്ന കാശുകളൊക്കെ സ്വരൂപിച്ച് ഞങ്ങൾ ബാബുവിന് വിവാഹം ചെയ്തിട്ട് നല്ലപോലെ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ സന്തോഷപൂർവ്വം കെട്ടിച്ചു വിട്ട്. അല്ലാതെ ഞങ്ങൾ അവരെ ചതിക്കാനോ അങ്ങനെയല്ല. ബാബുവിനൊരാശ്രയം തിരിച്ചുകൊണ്ടാവും. തിരിച്ച് എൻ്റെ പെങ്ങൾക്കൊരു മിസ്റ്റേക്ക് നാളെ കാണരുമല്ല എന്ന് ഓർത്ത് നമ്മളത് ചെയ്തു. പക്ഷേ ദുരന്തം വേറെ രീതിയിലായിരുന്നു. ഞങ്ങൾ കെട്ടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കൊടുത്ത സ്വർണ്ണമൊക്കെ തീർത്ത്. ചുമ്മാതാ മേഡം, അത് ചുമ്മാതാ. ഇതേക്കും മേഡം, ഒരാഴ്ച ഇവളെ കെട്ടിച്ച് 15ാമത്തെ ദിവസം അല്ലെ സജിനി പറയട്ടെ, ഇവിടെ ആങ്ങളെ ചേട്ടൻ അവിടെ വന്നു. സതീഷ് അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്, എനിക്കറിയില്ല. അവിടെ വന്നേച്ച് സജിനിയോട് ചോദിച്ചു പൈസ വല്ലതും ഉണ്ടോന്ന്. എന്നോട് 10,000 രൂപ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല, ഞാനിങ്ങനെ പോകുന്നു, പിന്നെ ഇവിടെ ചാച്ചൻ്റെയും കയ്യിലില്ല എന്ന് പറഞ്ഞു. അന്ന് സജിനിയുടെ സ്വർണം വല്ലതും കൊണ്ടേ തരാൻ പറഞ്ഞു. ഇപ്പോഴും റെക്കോർഡ് സഹിതമുണ്ട്, എൻ്റെ കയ്യിലില്ല. വിളിച്ച് ഒരു 10,000 രൂപ സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്. 10,000 അല്ല, 3 പവന്റെ മാല. 3 പറയുന്നു. പിന്നെ ഇവരിപ്പം സതീഷ് പറഞ്ഞല്ലോ 13 പവൻ തന്നെന്ന്. ഞാൻ തൂക്കി നോക്കിയിട്ടില്ല, 13 ഇവിടുന്ന് നമ്മളെ കല്യാണം കഴിച്ചു വിട്ടും 4-ാം ദിവസം കൊണ്ടുപോകത്തില്ല ഇവർ. 10-30 പേര് എൻ്റെ വീട്ടിൽ വന്ന് നല്ല ഇതായിട്ടൊരു കല്യാണം പോലെ ഞാൻ ഒരുങ്ങി ഇവരെ വിട്ടു. വിട്ടപ്പോൾ അവിടെ കഴുത്തിൽ ഒരു ഷോമാല ഉണ്ടായിരുന്നു. അതെന്തെടുത്തെന്ന് എനിക്കറിയത്തില്ല. അല്ലെ അവൻ പറയട്ടെ ഞാൻ എടുത്തെന്ന്. എന്നിട്ട് ഈ ഷോമാല മാറിയതാ ഈ 3 പവന്റെ മാലയെന്ന് പറഞ്ഞു. ഇവർ തിരിച്ചു വന്നു. ഉടനെ തന്നെ ഈ ചേട്ടച്ചാര് വീട്ടിൽ വന്നേച്ച്, പുള്ളി നല്ലതായിട്ട് മദ്യപിക്കുന്ന ആളാ. അയാളോട് വന്നാ ഇവൻ മദ്യപിച്ചത്. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് എന്നോട് ചോദിച്ചോ സജിനിയുടെ സ്വർണം വല്ല. ഞാൻ പറഞ്ഞു എന്നോട് ചോദിക്കണ്ട, സതീഷിനോട് ചോദിച്ചോളാം. അത് സതീഷ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നേന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു മണ്ടത്തരം പറ്റി, സതീഷിനെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ ഒത്തില്ല. അതിന് ഞാൻ തെറ്റുകാരിയെ ഞാൻ വിളിച്ചില്ല. കാരണം സതീഷ് പറഞ്ഞു, ഇവള് പറഞ്ഞു കൊടുക്കണം, എൻ്റെ അച്ഛനെ പോലെയാണ് എനിക്കെന്ന്. സത്യം മോളെ, ഞാൻ അതുകൊണ്ടുവന്ന് സോണിയുടെ കടയിൽ ഇയാളും ഞാനും ഇവനും ഉണ്ട്. ഇവർ രണ്ടും വെളിയിൽ നിന്ന് ഞങ്ങൾ രണ്ടും കൂടെ അകത്ത് കയറി കൊടുത്തു. 13,000 രൂപ അന്ന് കിട്ടി. അതിന് 3,000 രൂപ ഇവരുടെ കയ്യിൽ കൊടുത്തു. 10 രൂപ അയാൾ കൊണ്ടുപോയി. ഈ 3,000 രൂപയും കൊണ്ട് ഇവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ഇത് ഏത് കോടതി വേണേലും ഞാൻ പറയാം. ഞാൻ ഇവളുടെ അടുത്തെന്ന് പറയാൻ ശരിയാ, ഒരു 3/4 പവൻ്റെ ഒരു മാല ഒരു ചുട്ടിയായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ടുണ്ട്. സത്യമായിട്ട് എടുത്തത്. ഇതിനൊന്നും ഞാൻ പറഞ്ഞില്ലേ, സാധനങ്ങൾ താഴെ കൊണ്ടിട്ട് സജിനിക്കും ആ വിവരം അറിയാൻ, സതീഷും കണ്ടതാ. ഞാൻ എൻ്റെ ഈ പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ടൊന്ന് 3,000 രൂപയ്ക്ക് വിറ്റു. അന്ന് വിലയില്ല. ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ അമ്മണിയമ്മ മറിച്ച് പ്ലേറ്റ് മറിച്ച് ഞാൻ 3 പവന്റെ സ്വർണം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തെന്ന് അറിയില്ല. എന്നിട്ട് പിന്നെ ഷോമാല കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തെന്ന് അറിയില്ല. ഷോമാല മാറ്റി എടുത്തതാണ് ഈ 3 പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. എന്ത് ചെയ്തെന്ന് അറിയാൻ പാടില്ല. അപ്പൊ തന്നെ ഷോമാല അവരുടെ ആ രീതിയിൽ അതിന്റെ ഓരോ ഇടയ്ക്കുള്ള ഓരോ വരുന്ന സ്ലിപ്പ് ഓഫ് ടങ് പിടിക്കണ്ട.
പറഞ്ഞതിൽ 3 പോയിന്റ് ഷോമാല നിങ്ങൾ കൊണ്ടുപോയാലും ഷോമാല മാറ്റിയെടുത്തു നിങ്ങൾ പറഞ്ഞെന്ന് അവര് പറഞ്ഞത്. അതാണ് അതിന്റെ സത്യം. അപ്പൊ എന്തായാലും ഞങ്ങള് ഈ സ്വർണം കംപ്ലീറ്റും ഇവര് ഉപയോഗിച്ച് എന്ത് ചെയ്തെന്ന് എടുത്തിട്ടുണ്ട്. സത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഇല്ലെന്നത് ഇപ്പൊ അവര് പറയട്ടെ, പിന്നീട് നിങ്ങൾക്ക് പറയാം. ഇല്ലെന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഗ്നന്റ് ആയിട്ട് ഏത് നേരവും ബാബു മദ്യം കഴിച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവരവിടെ എൻജോയ് ചെയ്തു. ഇങ്ങോട്ട് ഭാര്യനെയോ അല്ലെങ്കിൽ എറണാകുളത്ത് പറഞ്ഞ ശരിയാണ്, പറഞ്ഞ ശരിയാണ്. ഹോട്ടലിൽ റൂം എടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന 10 പേരും കൂടെ ആശുപത്രി ആയാലും നിൽക്കി നടക്കുകയല്ല. അതുകൊണ്ട് ഈ മാല പ്രശ്നം വന്നതാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകത്തില്ല. ഒരു ദിവസം ഇതുപോലെ ഇത് ചോദിച്ചപ്പോൾ ഇവൻ്റെ മൂത്ത പെങ്ങൾ എന്നെ അസഭ്യം തെറി അവരുടെ വീട്ടിൽ വെച്ച് പറഞ്ഞു. എന്നാന്ന് ഞാൻ പറയാം, സതീഷിൻ്റെ കല്യാണത്തിന് വന്നപ്പോഴാന്ന് തോന്നുന്നു. അവൾ ഒരുപാട് ഒച്ചയൊക്കെ എന്നോട് വെച്ചു. ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. നിങ്ങളൊരു സഹോദരനാണ്. വീട്ടിൽ വിളിച്ചു നിർത്തിയിട്ട് പിന്നെ കൊച്ചിനെ നിർത്തിയത് കൊണ്ട് ഒരു വലിയൊരു മഹാകാര്യമല്ല. എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് അളിയൻ ഇങ്ങനെ ആയപ്പോൾ അയാള് ശാരീരികമായിട്ട് ഒരുപാട് കുറവുകളുള്ളൊരു മനുഷ്യനാണ് അല്ലേ? ചാടിക്കറി നിങ്ങളെ അടിക്കാനൊന്നും കഴിയില്ല അയാൾക്ക്, ഉണ്ടോ? ഇല്ലില്ല. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോ പിന്നെ നിങ്ങളുടെ പെങ്ങൾക്ക് അതിനേക്കാൾ പറ്റും. അയാളെ പിടിച്ചിട്ട് തള്ളുമല്ലേ അവിടെ കിടക്കും അയാള്. അങ്ങനെ ഒരാളിനെ ആ ഒരു തെറ്റിൽ നിന്ന് മാറ്റി സ്നേഹപൂർവ്വം തിരുത്തി ഇനി ആജീവനാന്തം ഒരുമിച്ച് ജീവിക്കേണ്ടതാണെന്ന് ചിന്തിക്കണം. അല്ലാതെ അവിടുന്ന് ആൾക്കാർ വന്നതാ ഞാൻ വിളിച്ചൊന്നുമില്ല. ഞാൻ നമ്മുടെ ഇവര് എല്ലാരും വന്ന് ഇങ്ങനെ പറഞ്ഞു, സജീഷിനൊരു കുടുംബമാകാൻ പോണെയാണ്, മറ്റാണ് മറിച്ചാണ്, ഇത് നമുക്ക് നല്ല രീതിയിൽ പോകണം. ഞാൻ പറഞ്ഞു എനിക്കൊറ്റ ഒരു കാര്യമുണ്ട്, ഞാൻ വിടുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034.